ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫുഡ് അന്വേഷിച്ചിട്ടുള്ള മറ്റൊരു യാത്രയിലാണ്. കേരള സീ ഫുഡ് കഫേ വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ കോവളം പോകുന്ന വഴിക്കാണ് ഈ സംഭവമുള്ളത്. അവിടെയുള്ള കേരള സീ ഫുഡ് കഫേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. ഇതാണ് കേരള സീ ഫുഡ് കഫേ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാമെന്നോർത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വിഴിഞ്ഞത്തു നിന്ന് കോവളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥാപനമുള്ളത്. സ്വാഭാവികമായിട്ട് അറിയാലോ, സീ ഫുഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ സീ ഫുഡായിരിക്കും മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് സംഭവം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അത്യാവശ്യം പാട്ടൊക്കെ ഉണ്ട്. നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം. ഇതാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. കോളിലൊക്കെ ഒരു ഫിഷർമാൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. ബിരിയാണി നോക്കിയാലോ എങ്കിൽ? ഇന്നലെ ഊണല്ലേ കഴിച്ചേ? അത് നോക്കാം. പ്രോൺസ് ബിരിയാണി നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ, നോക്കാം. പ്രോൺസ് ബിരിയാണി നോക്കിയാലോ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പ്രോൺസ് ബിരിയാണി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഊണ് വന്നിട്ടുണ്ട് അല്ലേ? രണ്ടെണ്ണം എത്തി. സാർ ഓൾറെഡി ആക്രമണം തുടങ്ങിയോ? ക്ഷമിച്ചിരിക്കാനുള്ളത് ക്ഷമയില്ല. വന്നപ്പോൾ തന്നെ അടി തുടങ്ങി. നമുക്കുള്ള ബാക്കി രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ ശ്രീകാന്ത്? ഇതാ വരുന്നു. സാധനം എത്തിക്കഴിഞ്ഞു. മറ്റേ തളി മീൽസ് പോലെ ഉണ്ടല്ലേ സാറേ? തളി മീൽസ് പോലെ. ആ, താലി അല്ലേ? ചോറുണ്ട്, പപ്പടമുണ്ട്, കറികളുണ്ട്, പായസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മീനുണ്ട്, ഈ കറിയുണ്ട് അല്ലേ? ഒഴിച്ച് കൂട്ടാനായിട്ട് പുളിശ്ശേരി ഉണ്ട്, മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട് അല്ലേ? നമ്മുടെ മീനെത്തിയിട്ടുണ്ട് അല്ലേ? ഊണിന് എത്ര? 133. മീൻകറി 350 അല്ലേ? രണ്ടെണ്ണം 760. ഒരു ടിപ്പ് ചില്ലറ ഉണ്ടെങ്കിൽ വെച്ച് എങ്ങനെയുണ്ടായിരുന്നു സാർ മീൻ ഒക്കെ? അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? നല്ലത്. ഏറ്റവും കൂടുതൽ ആംബിയൻസ് ആണ്. ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആണ്. ഇത്തിരി ചിത്രങ്ങളായിട്ടൊക്കെ നല്ല ആംബിയൻസിലാണ്. ഫിഷിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാം. കിച്ചൺ വളരെ ഹൈജീനിക്കാണ്. കണ്ടിട്ട് കുഴപ്പമില്ല അല്ലേ? മൊത്തത്തിൽ നീറ്റ് ആൻഡ് ഐഡിയ. അപ്പം നമുക്കിനി അടുത്ത വേറൊരു സ്ഥലം നോക്കി അടുത്ത ദിവസം പോയി നോക്കാം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ.